നല്ലൊരു ഉള്ളിത്തേൽ കണ്ടാലോ? ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം. കൊച്ചുള്ളി തോട് കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ടോ 4ആയിട്ടോ മുറിച്ചിടാം. എണ്ണയിലേക്ക് കടുകും ഒരല്പം ജീരകവും പൊട്ടിച്ച് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും 2-3 പച്ചമുളകും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി തേങ്ങ വറുത്തെടുക്കാം. ചിരകിയ തേങ്ങയിലേക്ക് ഒരല്പം ജീരകവും കൊച്ചുള്ളിയും 2 കൊച്ചുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 സ്പൂൺ മുഴുവനോടുള്ള മല്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചുവന്ന നിറം വരുന്നത് വരെ വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൊച്ചുള്ളിക്ക് അല്പം മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയോളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല ചുവന്ന നിറം ആകുമ്പോഴേക്കും തീ ഓഫ് ചെയ്തിട്ട് തണുത്ത ശേഷം മിക്സിയിൽ എണ്ണ തെളിയുന്നത് വരെ അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെയാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. അരച്ചെടുത്ത കൂട്ട് വഴറ്റിയെടുത്ത് ഉള്ളി കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ആവശ്യത്തിന് പുളിവെള്ളവും ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. രുചികരമായ ഉള്ളിത്തീയിൽ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്.